ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കോഴിക്കോട്ടെ കുറ്റിച്ചിറ എന്ന പ്രദേശത്തെ മുസ്ലിം കൂട്ടുകുടുംബങ്ങളുടെ ജീവിതം പശ്ചാത്തലമാക്കി P.A. മുഹമ്മദ് കോയ രചിച്ച നോവലാണ് സുൽത്താൻ വീട്. കോഴിക്കോട്ടെ മുസ്ലിം നാട്ടുഭാഷയിൽ രചിച്ച ഈ നോവലിലെ ഒരു ഭാഗമാണ് ചട്ടിപ്പത്തിരി. വല്യുമ്മയായ ബീച്ചായിച്ചയുടെ നേതൃത്വത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. പെൺമക്കളായ കൽമേയി, ബീരാമ്പി, കൽമേയിയുടെ മകൾ കച്ചേരി എന്നിവർ അവരെ സഹായിക്കുന്നു. അതീവ ശ്രദ്ധയോടെ ധാരാളം സമയമെടുത്താണ് അവർ ഈ മധുര പലഹാരം ഉണ്ടാക്കുന്നത്. മറ്റാർക്കോ നൽകാനുള്ളതിനാൽ ഏറ്റവും മികച്ചതാവാൻ ബീച്ചായിച്ചേയി പടച്ചോനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പഴയകാല പാചക രീതികൾ പരിചയപ്പെടാനും അക്കാലത്തെ വിഭവങ്ങൾ മനസ്സിലാക്കാനും ഈ പാഠഭാഗം സഹായിക്കും. അതിർമാൻ പിള്ള വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണി നോക്കേണ്ടതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. 2 റാത്തൽ ഗോതമ്പ് പൊടി, 30 കോഴിമുട്ട, 1/2 റാത്തൽ വെള്ള കിസ്മിസ്, 1/2 റാത്തൽ കസ്കസ്, 1/4 റാത്തൽ ബദം, 1/2 റാത്തൽ നല്ല പശുവിൻ നെയ്യ്, 1/2 റാത്തൽ പഞ്ചസാര, 5 ഉറുപ്പിക തൂക്കം ഏലത്തിരി, 1/4 കുപ്പി പനിനീർ. എല്ലാം കണക്ക് പോലുണ്ട്. ഇനി വേണ്ടത് കാൽസേർ പാലാണ്. നേരത്തെ വാങ്ങിവെച്ചാൽ തെരത്തു പോകും. പക്കീർച്ചി താത്ത പയ്യും പാല് കൊണ്ടെന്നോ? ബീച്ചായിച്ചേയി താത്ത ചോദിച്ചു. മൂപ്പത്തി എപ്പം കൊണ്ടുനിക്കണ്? ഞാൻ ഉമ്മറുമ്മൽ കൂടി വെച്ചേക്കണ്, കൽമേയി പറഞ്ഞു. കൽമേയി പാലും അടുത്തു തന്നെ കൊണ്ടുവന്നു വെച്ചു. ബീച്ചായിച്ചേയി താത്ത ഗോതമ്പ് പൊടി കൊണ്ട് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. അതിനിടയ്ക്ക് കൽമേയി വെള്ളം നിറച്ച ഒരു പിഞ്ഞാണത്തിൽ ബദമെടുത്തിട്ടു. പൊതിരട്ടെ. പാത്തുമ്മയെ താത്ത 30 കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു. പഞ്ചാര പൊതിയൊഴിച്ച് കുറച്ചു പഞ്ചാര ഉടച്ച മുട്ടയിലിട്ടു. ഏലത്തിരിയും എടുത്തിട്ടു. അതാ പനിനീരിന്റെ കുപ്പി, ഇങ്ങോട്ടെടു മോളെ. കൽമേയി പനിനീരിന്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ചു പനിനീരും ആ മുട്ടയിൽ ചേർത്തു. അസതിരിക്കുന്ന മാതിരി വലതുകൈ ചലിപ്പിച്ച് മുട്ടയുടച്ചത് അടിക്കാൻ തുടങ്ങി. മോളെ, അതാ മാവ് കുഴച്ചത്. എല്ലാരും കൂടി 20 തോല് പരത്തിക്കോളി. കൽമേയി ഇരുന്നു. അനുജത്തി ബീരാമ്പി ഇരുന്നു. കൽമേയുടെ മൂത്ത മകൾ കച്ചേയും ഇരുന്നു. ചെറിയ മുട്ടിപ്പലകകളെയാണ് ഇരുന്നത്. ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകൾ വലിച്ചിട്ടു. കുറച്ചു പൊടിയെടുത്ത് ആദ്യം പലകമേൽ വിതറി. കുഴച്ച മാവെടുത്ത് 3 പേരും കൂടി 20 ഉരുളകളാക്കി ഉരുട്ടി. ഓരോന്നും വലിയ ആപ്പിളിന്റെ വലിപ്പമുണ്ട്. പത്തിരി കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി. അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു. ഇത് കൊയലമ്മൽ ഒട്ടിപ്പിടിക്കണ്, കുറച്ചു പൊടി വേണം. ബാക്കിയുള്ള പൊതി കൽമേയി നീക്കിക്കൊടുത്തു. ബീരാമ്പി പൊടിയെടുത്ത് പലകമേലും കുഴലിന്മേലും ഒന്ന് പൂശി. എന്നിട്ടൊന്ന് പരത്തി നോക്കി. ഇപ്പോൾ ഒട്ടുപ്പില്ല. കച്ചേയും അതുതന്നെ ചെയ്തു. ബീച്ചായിച്ചേയി താത്ത പറഞ്ഞു. 3 ആൾ പരത്താനിരുന്നാൽ ശരിയാവൂല. ഒരാള് അത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ. ആനച്ചെവി വലിപ്പത്തിൽ നോർമലിൽ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമേയി ചോദിച്ചു. വലിപ്പം ഇത് മതിയോ? ബീച്ചായിച്ചേയി താത്ത നോക്കിയിട്ട് പറഞ്ഞു. ചെനമ്പം കൂടി വലിപ്പം ഇരുന്നോട്ടെ. വലിയ ചട്ടിപ്പത്തിരിയല്ലേ, പലക നിറയൽ തന്നെ കണക്ക്. അല്ല, ആ ചെമ്പ് ഇങ്ങോട്ട് നീക്ക്. കൽമേയി വട്ടച്ചെമ്പ് നീക്കിക്കൊടുത്തു. വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് ബീച്ചായിച്ചേയി താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു. എന്നിട്ട് പറഞ്ഞു. നെയ്യ് ഇങ്ങോട്ടെടുക്ക്. കസ്കസ് പൊരിയുന്നുണ്ട്. അതിൽ കുറച്ചു നെയ്യ് ഒഴിച്ചു വാങ്ങി വെച്ചു. കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ചു കോരിയെടുത്തു. കരിഞ്ഞു പോയോ? ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു. ബീരാമ്പി എണീറ്റ് കയ്യിൽ കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി. ഇല്ല, കണക്കാണ്. സമാധാനം. ബീച്ചായിച്ചേയി താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദമെടുത്ത് തോലുരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു. പാലും പഞ്ചാരയും കലക്കി വെച്ചോ? കൽമേയി വിരൽ കടിച്ചു.
ഞാനത് മരിച്ച പോലെ മറന്നുപോയി. നല്ല മറതിയാ. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ ഉമ്മുണ്ടാവോ? ബീറ്റായിച്ചേ താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചാരയിട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിൽ ഒഴിച്ചു. ബാട്ടിയ തോലിലൊക്കെ ഇതിലിട്, പദം പരട്ടെ. അല്ല, രണ്ടാളും കൂടി ഇതുവരെ 2 തോല പരത്തിയത്. ഇക്കണക്കിന് ഇതാവാൻ മോന്തി ആവുമല്ലോ. ഇല്ലുമ്മ, ഇപ്പം പരത്തിത്തരം. അവർ പണിക്ക് വേഗം കൂട്ടി. അടുപ്പ് പോണ്, ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി. അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ ബീറ്റായിശേയി താത്ത പറഞ്ഞു. നെയ്യിൽ പൊടിച്ചെടുത്ത വെള്ള കസ്കസും കിസ്മിസും ബദം നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ചു പണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു. ബല്ലിമ്മ, കോളായോ? കൽമയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു. എത്തിയോ? ആളെ തലപ്പിരാന്നെടുപ്പിക്കാണ്ട് അപ്പുറം പോയി ഇരുന്നോട്ടെ. ഇത് നിങ്ങൾക്കൊന്നും തിന്നാനല്ല, ഒരുത്തിയില് കൊടുക്കാനാ. അപ്പം ഞമ്മക്കില്ല അല്ലേ? ബീറ്റായിശേയി താത്തയ്ക്ക് ഈറാണ് പിടിച്ചത്. എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ. ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ട് മൂളിക്കൊണ്ട് ഒരു കഷ്ണം ബദമും കടിച്ച് അബു പോയി. കൽമേയി കുറച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. നെയ്യ് ഉരുകിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻ മൂട്ടിൽ ബാക്കിയായി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു. ചെമ്പു താഴെ ഇറക്കി വെച്ചു. 20 തോലും പരത്തി കഴിയുമ്പോൾ മണിക്കൂർ 3-4 കഴിഞ്ഞിരുന്നു. വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു. കാസയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദാം എടുത്ത് ഉസ്മാൻ വായിലിട്ടു. ബീറ്റായിച്ചേയി താത്ത അവനെ ഒരു നോട്ടം നോക്കി. നിങ്ങളെല്ലാരും കൂടി പണിയെടുക്കാൻ വന്നാല് ഇപ്പണി തീരൂല. ഒരു കണ്ടം ബദമെടുത്തില്ലേ? ഇനി അപ്പുറം പോയി കളിച്ചോളി. വേറൊരുത്തൻ ചോദിച്ചു. ഒരു കണ്ടം കിസ്മസ്? മാവ് പരത്തി തോലയാക്കി വരും. പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരി പലകകൾ മാറ്റിവെച്ചപ്പോൾ ബീറ്റായിശേയി താത്ത ചോദിച്ചു. 20 തോല് തികച്ചുമില്ലേ? അവർ ഒരിക്കൽ കൂടി എണ്ണി. ഉണ്ട്. ഇനി കയ്യാക്കത്തിന് ഒരാൾ ഇവിടെ നിന്നാ മതി. കൈമേയി നിന്നു. മറ്റു 2 പേർ അടുക്കളയിൽ നിന്ന് പോയി. ബീറ്റായിശേയി താത്ത പാലിൽ പദം വരാനിട്ട വാടിയ 2 തോലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നെല്ലുള്ള ചെമ്പിലിട്ടു. പണ്ടം ഇങ്ങോട്ടെടുക്ക്. കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമേയി എടുത്തു നീട്ടി. അട്ടിയായി വെച്ച 2 തോലിന്റെ മീതെ മൂപ്പത്തി കുറച്ചു പണ്ടം വിതറി. എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിന്മേൽ പാർന്നു. ചാനും ചെരിഞ്ഞും നോക്കി. മുട്ട കലക്കിയത് തോലിന്റെ എല്ലാ ഭാഗത്തും എത്തിയോ? അതിനു മീതെ പിന്നെ ഒറ്റത്തോലാണ് എടുത്തു വെച്ചത്. അതിനു മീതെയും പണ്ടമിട്ടു. മുട്ട കലക്കിയതും പാർന്നു. പടച്ചോനെ, ഇത് നന്നാകണേ. ആളെ കൊണ്ട് പറയിക്കരുത്. ആയോ? ഏതോ കുട്ടി അടുക്കള വാതിൽ നിന്ന് ചോദിച്ചു. ബീറ്റായിശേയി താത്ത അത് കേട്ടില്ല. അതൊന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു. കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ കുപ്പായം വിയർപ്പിലൊട്ടി. നെറ്റിയുടെ 2 അറ്റങ്ങളിലും പളുങ്കിന്റെ മണി പോലെ വിയർപ്പിന്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. മനസ്സ് വട്ടച്ചെമ്പിനകത്തു മാത്രം വട്ടമിട്ട് പറക്കുന്നു. നന്നായാൽ മതി റബ്ബേ. ബീറ്റായിശേയി താത്ത ആദ്യം ചെയ്തു തന്നെ ആവർത്തിക്കുന്നു. 4-മത്തെ തോല് വെച്ചു. എല്ലാം ക്രമമനുസരിച്ചു നടക്കുന്നു. 19-മത്തെ തോലാണ്. 20 തികയുന്നു. നിവർന്നു നിന്ന് നോക്കി. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20-മത്തെ തോലിന്റെ മുകളിൽ വിതറി. ചാനും ചെരിഞ്ഞും നോക്കി. എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു. മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു. അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിന് മീതെ നടുവിൽ പാർന്നു. എല്ലാ ഭാഗത്തേക്കും ഒളിച്ച് സമമാകുന്നു. 31 നിവർന്ന് കൈ കുടഞ്ഞു. ഊർന്നു വീണ തട്ടം നേരെയാക്കി. എന്നിട്ട് ബിസ്മില്ലാ. വിറയ്ക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു. മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു. അടുപ്പിലെ ചകിരിത്തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു. പുതിയ ചകിരിയും ഇട്ടു. അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി. മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി. ബറാബർ. റബ്ബേ, ഇത് നന്നാകണേ. നെറ്റിയിൽ ഉരുണ്ടു കൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു. നന്നാകും മോളെ, ഒരു ബായിക്ക് ബെത്തിലടക്ക. ഇനിയൊന്ന് മുറുക്കണം. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ നിർവൃതി. സുൽത്താൻ വീട്, PA മുഹമ്മദ് കോയ.
അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ ഈ കഥ? മക്കൾക്ക് ഇഷ്ടായോ? ഇനി നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങൾ നോക്കിയാലോ? വായിക്കാം, പറയാം. അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. ഏതെല്ലാമാണവ? മുട്ടിപ്പല, വട്ടപ്പല, പത്തിരിക്കുഴൽ, കയ്യിലൂറി ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. പലതരത്തിലുള്ള പാത്രങ്ങളായ പിഞ്ഞാണം, സാൻ, ചെമ്പ്, കാസ, വട്ടച്ചെമ്പ്, മൂടി, തകരപ്പാട്ട ഇവയും ഉപയോഗിക്കുന്നു. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അജ്മാൻ പിള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വരുത്തിച്ചിരുന്നു. വാങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കുന്നതാണ് സന്ദർഭം. ഏറെ കുട്ടികളുള്ള വീടാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആയതിനാൽ അവർ അതൊക്കെ എടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എണ്ണം നോക്കണമെന്ന് അവർ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത്? എന്തായിരിക്കും? പാലും പഞ്ചാരയും കലക്കി വെച്ചോ എന്ന് ബീച്ചായി താത്ത മകളായ കൽമിയോട് ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത്. ചെയ്യേണ്ട കാര്യം തീരെ ഓർക്കാത്ത വിധം മറന്നുപോയി എന്നാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയിലുണ്ടാകില്ലല്ലോ. അതുപോലെയായിരുന്നു തന്റെ മറവി എന്നാണ് കൽമേയി പറഞ്ഞത്. അടുത്ത ചോദ്യം, എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ, ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എപ്പോൾ? ആരാ മക്കളെ പറഞ്ഞേ? ബീച്ചായിച്ചി താത്തയാണ് ഇങ്ങനെ പറഞ്ഞത്. പലഹാരം ആയോ എന്ന കൽമിയുടെ മകൻ അബു ചോദിച്ചപ്പോൾ ഇത് നിങ്ങൾക്കുള്ളതല്ല, വേറൊരിടത്ത് കൊടുക്കാനാണ് എന്നാണ് ബീച്ചായിച്ചി താത്ത മറുപടി പറഞ്ഞത്. അപ്പം ഞമ്മക്കില്ല അല്ലേ എന്ന് അബു വീണ്ടും ചോദിച്ചപ്പോഴാണ് എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ എന്ന് ബീച്ചായിച്ചി താത്ത ദേഷ്യത്തോടെ പറഞ്ഞത്. അടുത്ത ചോദ്യം, ബീച്ചായിച്ചി താത്ത അത് കേട്ടില്ല. അതൊന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. എന്താവും കാരണം? എന്തായിരിക്കും മക്കളെ? ചട്ടിപ്പത്തിരി തയ്യാറായോ എന്ന് കുട്ടികളും മറ്റും അന്വേഷിക്കുന്നുമുണ്ട്. പക്ഷേ ബീച്ചായിച്ചി താത്തയുടെ കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ ലയിച്ചു നിൽക്കുന്നു. ഏതോ വിരുന്നുകാർക്ക് നൽകേണ്ട വിഭവമായതിനാൽ അതിൽ യാതൊരുവിധ പാകപ്പിഴവും വരുത്തരുതേ എന്ന പ്രാർത്ഥനയിലാണവർ. ഏകാഗ്രതയോടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അവർ മറ്റൊന്നും കേൾക്കാതിരുന്നത്. അടുത്ത ചോദ്യം, പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിന്? എന്തായിരിക്കും മക്കളെ? എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി ചട്ടിപ്പത്തിരി അടുപ്പത്ത് വെച്ചു. ഇനി ഇത്തിരി വിശ്രമിക്കാമെന്ന് ബീച്ചായിച്ചി താത്തക്ക് തോന്നി. അതുകൊണ്ടാണ് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ തോലിലും കസ്മസും കിസ്മിസും കുഴച്ച പണ്ടം നിരത്തി അതിനു മുകളിൽ പഞ്ചാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടുക്കി വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്നും കുറച്ചെടുത്ത് ഒഴിക്കുന്നു. തോലിന്റെ എല്ലാ ഭാഗത്തും എത്തിയാൽ അടുത്ത തോലെടുത്ത് വെച്ച് ഇതേപോലെ ചെയ്യുന്നു. അങ്ങനെ 20 തോലിലും ഇതേ പ്രകാരത്തിൽ ചെയ്തു. ഒന്നിനു മുകളിൽ ഒന്നായി 20 തോലുകളും ചേർത്ത് പണിത ഒരു പലഹാരമായതിനാലാണ് ചട്ടിപ്പത്തിരിയെ പലഹാരങ്ങളുടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നാടൻ പദങ്ങളും പ്രയോഗങ്ങളും. റാത്തർ, സേർ, പൊതിരുക, തെരത്തു പോകുക, മറതി ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട്. പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ആദ്യത്തെ എന്താ മക്കളെ? നാടൻ പദങ്ങൾ. ഇതിന്റെ അർത്ഥം. സാമാനങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വരുന്നത് സാധനങ്ങൾ. റാത്തർ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു തൂക്കം. അടുത്തത് ഗോതമ്പപ്പൊടി, ഗോതമ്പ് പൊടി. അടുത്തത് ഏലത്തിരി, ഏലക്കായ. കാൽക്കുപ്പി, ഒരു കുപ്പിയുടെ കാൽഭാഗം. സേർ, ഒരളവ്. അടുത്തത് പയ്യും പാല്, പശുവിൻ പാല്. ഉറി, ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് കയറുകൊണ്ടും മറ്റും ഉണ്ടാക്കി കെട്ടിത്തൂക്കുന്ന ഗൃഹോപകരണം. അടുത്തത് പിഞ്ഞാണം, പ്ലേറ്റ്. സാൻ, പരന്ന പാത്രം. പഞ്ചാര, പഞ്ചസാര. അസ, കടങ്കോൽ പോലെ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം. അടുത്തത് മുട്ടിപ്പല, കനമുള്ള മരപ്പലക. അടുത്തത് കൊയിലിമ്മല്, പത്തിരിക്കുഴലിന്റെ മേലെ. അടുത്തത് ഓട്, പത്തിരി ചൂടാക്കുന്ന ലോഹത്തട്ട്. അടുത്തത് നോർമയിൽ, നേർത്തത്. ചെനമ്പം, കുറച്ചുകൂടി. അച്ചെമ്പ്, ആ ചെമ്പ്. കയ്യിൽ കണ, തവിയുടെ കോൽ. കണക്കാണ്, ശരിയാണ്. മറുതി, മറവി. ഞാൻ തന്നെ, മോണെന്ന്, വേണമെന്ന്.
മോന്തി, സന്ധ്യ, പണ്ടം, കിസ്മസും നുറുക്കിയ ബദാമും കസ്കസും എല്ലാം കൂട്ടിക്കുഴച്ചത്. കോളായോ, പലഹാരമായോ? ബാട്ടിയ, വാട്ടിയ. തോൽ, ഗോതമ്പ് മാവ് നേർമയായി പരത്തിയത്. കാസ, വട്ടപാത്രം. കോള്, പലഹാരം. ഒരുത്തിയില്, ഒരിടത്ത്. ഈറ, ദേഷ്യം. ചെമ്പിൻ മൂട്ടിൽ, ചെമ്പിനരികിൽ. നിങ്ങളെല്ലാവരും കൂടി. കണ്ടം, കഷ്ണം. ഇഞ്ഞി, ഇനി. തെഹച്ചും, തികച്ചും. കയ്യാക്കം, കൈസഹായം. മൂപ്പത്തി, നേതാവ്. ബറാബർ, തുല്യം. വെറ്റിലടക്ക, വെറ്റിലും അടക്കയും. അടുത്തത് താജ് പണിയുന്ന താത്ത. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബീച്ചായി ഷെയ് താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്ത് എഴുതുക. അപ്പൊ നമുക്ക് കത്ത് നോക്കാം. കത്ത് എഴുതുമ്പോൾ ആദ്യം സ്ഥലവും ഡേറ്റും എഴുതുക. പ്രിയപ്പെട്ട അമ്മു, നിങ്ങളുടെ സ്കൂൾ തുറന്നോ? നീ മുംബൈയിൽ പോയതിനു ശേഷം എനിക്കൊരു രസവുമില്ല. എൻ്റെ മലയാളം പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗത്തെക്കുറിച്ച് നിന്നെ അറിയിക്കാനാണ് ഈ കത്ത്. P.A. മുഹമ്മദ് കോയ എഴുതിയ ഒരു നോവലാണ് സുൽത്താൻ വീട്. ആ നോവലിലെ ഒരു ഭാഗമാണ് ചട്ടിപ്പത്തിരി എന്ന ഭാഗം. കോഴിക്കോടൻ ഭാഷയിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം സുൽത്താൻ വീട്ടിൽ വിരുന്നുകാർക്ക് നൽകാനായി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ്. ആ വീട്ടിലെ മുതിർന്ന അംഗമായ ബീച്ചായി ഷെയ് താത്തയുടെ നേതൃത്വത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. വളരെയധികം സമയമെടുത്തും ശ്രദ്ധയോടും കൂടിയാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. ബീച്ചായി ഷെയ് താത്ത, അവരുടെ മക്കൾ, പേരക്കുട്ടികൾ എന്നിവരെല്ലാം പലഹാരം ഉണ്ടാക്കാൻ കൂടുന്നു. പഴയകാല പാചക വിദഗ്ധയായ ബീച്ചായി ഷെയ് താത്തയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അവരില്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള പലഹാരം നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും താത്തയുടെ നിർദ്ദേശങ്ങൾ മറ്റ് പെൺകുട്ടികളും സ്ത്രീകളും അനുസരിക്കുന്നുമുണ്ട്. പ്രാർത്ഥനയോടെയാണ് താത്ത ചട്ടിപ്പത്തിരിയുടെ താജ് സൃഷ്ടിച്ചത്. പാചകം ഒരു കലയാണെന്ന് ഞാൻ താത്തയിൽ നിന്ന് മനസ്സിലാക്കി. എനിക്ക് ഈ കഥയും ബീച്ചായി ഷെയ് താത്തയും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിനക്കും ഇഷ്ടപ്പെടും. നീ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഈ പുസ്തകം തരാം. ചട്ടിപ്പത്തിരി കൊണ്ട് താജ് സൃഷ്ടിക്കുന്ന താത്തയെ അറിയാൻ നീയും കഥ വായിക്കണം. നിന്റെ സ്കൂൾ വിവരങ്ങളെല്ലാം പറഞ്ഞ് മറുപടി എഴുതുമല്ലോ. സ്നേഹത്തോടെ, ആമി. അടുത്ത പ്രവർത്തനം അടുക്കള ആരുടേതാണ്? എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കേണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുടാൻ ഉമ്മ ഉണ്ടാകുമോ? ബീച്ചായി ഷെയ് താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ? അടുക്കള എന്ന കവിതയിൽ ആര് മറന്നുവെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം എന്ന വരികളും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേതാണ് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കൂ. നമുക്ക് സംവാദത്തിൻ്റെ ഒരു മാതൃക നോക്കാം. ആദ്യം ക്ലാസ്സിലെ കുട്ടികളെ 4 ഗ്രൂപ്പാക്കിയാൽ 4 ഗ്രൂപ്പുകളുടെയും പ്രതിനിധിയായി ഒരാൾ വീതം സംസാരിക്കണം. ലീഡർ മോഡറേറ്റർ ആവട്ടെ. മോഡറേറ്റർ: അടുക്കള, ചട്ടിപ്പത്തിരി എന്നീ 2 പാഠങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. രണ്ടിടത്തും സ്ത്രീകളാണ് അടുക്കള കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ മതിയോ? അടുക്കള എല്ലാവരുടേതും ആവണ്ടേ? 4 ഗ്രൂപ്പുകളായി സംവാദ സദസ്സ് നടത്തുകയാണ്. ഗ്രൂപ്പിന്റെ അഭിപ്രായം ഒരാൾ അവതരിപ്പിക്കണം. ഗ്രൂപ്പ് 1: രത്ന: ഞങ്ങളുടെ അഭിപ്രായത്തിൽ അടുക്കളയിൽ ഇന്ന് സ്ത്രീകൾ തന്നെ തലമുറകളായി ഈ നില തുടരുകയാണ്. അടുക്കളയിൽ പലതരം ജോലികൾ ഉണ്ടാകും. എല്ലാ കാലത്തും അവ സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഗ്രൂപ്പ് 2: അഭിമന്യു: പഴയകാല അടുക്കള ഇന്ന് മാറിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന അമ്മമാരാണ് പല വീടുകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയെ എല്ലാവരും സഹായിക്കാറുണ്ട്. ഗ്രൂപ്പ് 3: ആര്യ, രവി: ആരും അമ്മമാരെ സഹായിക്കേണ്ട. ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ? അതുകൊണ്ട് അമ്മമാരോടൊപ്പം അടുക്കളയിലെ ജോലികൾ എല്ലാവരും ഏറ്റെടുക്കണം. ഗ്രൂപ്പ് 4: ഗൂഗിൾ: അടുക്കളയിലെ പണികൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെയ്യാം. അടുക്കള എല്ലാവരുടേതുമാകട്ടെ. പുതിയ കാലം ഈ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യും. അടുത്തത് മോഡറേറ്റർ: നല്ല ചർച്ചയാണ് ഇവിടെ നടന്നത്. എല്ലാവരും ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അടുക്കള എല്ലാവരുടേതുമാകുന്നതാണ് നല്ലത്. സംവാദം കുറിപ്പ്: അടുക്കള കേന്ദ്രമാക്കിയുള്ള 2 പാഠങ്ങൾ നാം പഠിച്ചു. അടുക്കള, ചട്ടിപ്പത്തിരി. രണ്ടിടത്തും സ്ത്രീകളുടേതാണ് അടുക്കള. അത് കുട്ടികൾ വിചാരിച്ചാൽ മാറ്റി തീർക്കാനാവും. എല്ലാവരും ചേർന്ന് അടുക്കളയിലെ ജോലികൾ പൂർത്തിയാക്കുക. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ ചെയ്യുക. അങ്ങനെ നമുക്ക് അടുക്കള സുന്ദരമാക്കാം.
അടുത്ത പ്രവർത്തനം അഭിനയിക്കാം. നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുക. നമുക്കത് നോക്കാം. നാടകം അടുക്കള എല്ലാവരുടേതുമാണ്. കഥാപാത്രങ്ങൾ അമ്മ, അച്ഛൻ, മകൻ ആരവ്, മകൾ അനു, മുത്തശ്ശി, അടുക്കളയുടെ ആത്മാവ്. രംഗത്ത് അമ്മ പാചകം ചെയ്യുന്നു. വെയിൽ കൊണ്ട് ക്ഷീണിതയാണ് അമ്മ. എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന പണി തീർക്കണം. പിന്നെ കഴുകാനും നല്ല സമയം വേണം. അടുക്കളയുടെ ആത്മാവ്. വേദിയിൽ പ്രകാശം, അതിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. അമ്മേ, നീ മാത്രമല്ല അടുക്കളയ്ക്ക് ഉടമ. പാചകം എല്ലാവരുടെയും ഉത്തരവാദിത്തമാകണം. അമ്മ അതിശയത്തോടെ ചുറ്റും നോക്കുന്നു. അമ്മ, എന്താണിത്? ആരാണ് സംസാരിക്കുന്നത്? അടുക്കളയുടെ ആത്മാവ്. ഞാനാണ് അടുക്കളയുടെ ആത്മാവ്. ദിവസേന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ മാത്രം എന്നെ വൃത്തിയാക്കുന്നു. നീ മാത്രം പാചകം ചെയ്യുന്നു. ഇത് നീതിയല്ല. ശബ്ദം നിലയ്ക്കുന്നു. കുട്ടികൾ അടുക്കളയിലേക്ക് കയറുന്നു. ആരവ്, അമ്മേ, ഞങ്ങൾ സഹായിക്കാം. ഞാൻ ചപ്പാത്തി ചൂടാം. അനു, ഞാൻ സാലഡിന് കട്ട് ചെയ്യാം. അച്ഛൻ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഒതുക്കി വെച്ചുകൊണ്ട്, ഞാൻ മീൻ വറുക്കാം. മുത്തശ്ശി ചിരിച്ചുകൊണ്ട്, വളരെ നല്ലത്, ഞാൻ പച്ചക്കറികൾ ഒരുക്കി തരാം. അടുക്കളയുടെ ആത്മാവ് ആനന്ദത്തോടെ, ഇതാകുന്നു സ്വർഗം. എല്ലാവരും ചേർന്ന് പാചകം ചെയ്യുമ്പോൾ ഈ അടുക്കള ഏറ്റവും സുന്ദരം. അമ്മ, ഇതുവരെ ഞാൻ ഒറ്റക്കായിരുന്നു. ഇനി നമ്മളൊക്കെ ചേർന്നായിരിക്കും ഈ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് സന്തോഷമായി. അവസാനം എല്ലാവരും ചേർന്ന് വിളിക്കുന്നു, അടുക്കള എല്ലാവരുടേതുമാണ്. അപ്പോൾ ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.